അസ്സലാമു അലൈക്കും. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത പാലക്കാട് നിന്നും കേൾക്കാൻ വേണ്ടി സാധിച്ചു. ആ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം അലനല്ലൂർ സ്വദേശിയായ സഹദിയ നസ്രിൻ എന്ന് പറയുന്ന 21 വയസ്സ് പ്രായം വരുന്ന ഒരു യുവതി അവരുടെ 1.5 വയസ്സുള്ള മകൻ്റെ മുന്നിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അത്രമാത്രം കഠിനമായ വേദനയിലൂടെയായിരുന്നു ആ സഹോദരി കടന്നുപോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം 2.5 വർഷം മാത്രമേ സമയമായിട്ടുള്ളൂ. ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തര പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഈ സഹദിയ നസ്രിൻ എന്ന് പറയുന്ന സഹോദരി ജനിച്ചത്. എന്നാലും ആ ഉപ്പയെ കൊണ്ടും ഉമ്മയെ കൊണ്ടും കഴിയുന്ന പരമാവധി സംഖ്യ സ്വരൂപിച്ചിട്ട് ഏകദേശം 7 പവൻ സ്വർണ്ണാഭരണം കൊടുത്തിട്ട് തന്നെയാണ് ആ സഹോദരിയെ ഭർത്താവായ ജിംഷിദ് എന്ന് പറയുന്ന സഹോദരനൊപ്പം ആ വീട്ടുകാർ പറഞ്ഞയച്ചത്. തുടക്കത്തിലൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു അവരുടെ ജീവിതം പോയത് എങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ട് ഈ ജിംഷാദിന് പണികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ ചിലവിനുമായിട്ടും ബന്ധപ്പെട്ടും അദ്ദേഹത്തെ ഒരുപാട് കടങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ആ ഒരു സമയത്ത് ആ കടങ്ങളെല്ലാം വീട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗം എന്ന് പറയുന്നത് ഈ സഹദിയ നസ്രിൻ എന്ന് പറയുന്ന സഹോദരിയുടെ ഈ 7 പവൻ സ്വർണ്ണാഭരണങ്ങൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹം എടുത്ത് വിൽപ്പന നടത്തുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് അതിൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ 1 മാസം 2 മാസം പണിക്ക് പോകാനും കൂടി അദ്ദേഹത്തിന് സാധിക്കാതെ വരികയാണ്. അങ്ങനെ ഈ ഭർത്താവും ഭാര്യയുമായിട്ട് ചില പിണക്കങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്, വർത്തമാനങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. കാരണം കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ സഹദിയയുടെ കൂട്ടുകാരികളിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി പറയുന്നു. EMI അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ അവരുടെ കൂട്ടുകാരെല്ലാം നസ്രിയയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അവർക്ക് മറുപടിയില്ലാത്ത ഒരു പ്രശ്നം വരികയാണ്. അങ്ങനെ എന്ത് സഹായങ്ങൾ ആവശ്യമുള്ള സമയത്തും ഈ ഭർത്താവായ ജിംഷിദ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത് ഈ സഹോദരിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക, അവിടെ നിന്ന് പൈസകൾ വാങ്ങി വരിക എന്നുള്ളതാണ്. ഈ ജിംഷാദ് താമസിച്ചിരുന്നത് ഒരു വാടക വീട്ടിലാണ് എന്നുള്ളതാണ്. ആ വാടക വീട്ടിലെത്തിയിട്ടാണ് എടത്തനാട്ടുകരയിലെ വാടക വീട്ടിലെത്തിയിട്ടാണ് അവസാനം ഈ യുവതി തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ്. ആ യുവതി തൂങ്ങി മരിച്ചത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യുവതി മുലയൂട്ടുന്ന ഒരു യുവതിയാണ്. കാരണം 1.5 വയസ്സുള്ള ഒരു കുട്ടി അവരുടെ കയ്യിലുണ്ട്. ആ കുട്ടിയെ നിലത്ത് വെച്ചിട്ട് അവൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഉമ്മ ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ്. ഇത്രമാത്രം സങ്കടം തീർച്ചയായിട്ടും നമുക്കത് സഹിക്കാൻ പോലും നമുക്കാവില്ല. കാരണം മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് കഴിയൂ. അതുപോലെ തന്നെ ഈ സഹോദരിയുടെ വിവരക്കേടിന് പഠിച്ച തമ്പുരാൻ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ഏതായാലും ഇതുമായി ബന്ധപ്പെടുത്തി അവർക്ക് നീതി കിട്ടണം. തീർച്ചയായിട്ടും കുടുംബങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആക്ഷേപങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഏക സഹോദരൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആത്മഹത്യക്ക് കാരണം ഓന്റെ പേരിൽ നിരന്തര പീഡനങ്ങൾക്ക് ഇരയായിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 വർഷമായിട്ടുള്ളൂ. ഓലിക്ക് കല്യാണം കഴിഞ്ഞേക്ക് 7 പവന്റെ സ്വർണം കൊടുത്തിരുന്നു. ഇതൊക്കെ വിറ്റ് കളിച്ചു. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഓളെ സുഹൃത്തുക്കളെ പേരിലും ഫ്രണ്ട്സിന്റെ പേരിലും കുറെ EMIക്ക് ലോൺ എടുത്ത് കൊടുത്തിരുന്നു. ഓനിക്ക് ഇതൊന്നും ഓൻ തിരിച്ചടക്കാതെ ഓളെ മാനസികമായി ഓളെ പീഡിപ്പിച്ചിരുന്നു. പിന്നെ ഇത് ലാസ്റ്റ് പൈസ ഒന്നും കിട്ടാതായപ്പോ ഓളെ പൈസ ഇനി കിട്ടിയില്ലെങ്കിൽ തീർത്ത് കളയവരെ പറഞ്ഞിരുന്നു ഓന്. എന്റെ മകളെ ആത്മഹത്യക്ക് ഇതൊക്കെയാണ്. അപ്പോൾ ഭർത്താവിന്റെ നിരന്തരമായ പണത്തിന് വേണ്ടിയിട്ടുള്ള ഭീഷണിയും അതുപോലെ തന്നെ നിന്നെ കൊന്നുകളയും എന്നുള്ള ഭീഷണി അടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് അവരുടെ സഹോദരൻ തന്നെ ഇപ്പോൾ പറയുന്നത്. ഏതായാലും എടത്തനാട്ടുകരയിലെ ഈ വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഈ യുവതി ജീവൻ ഒടുക്കിയത്. ഇതുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞതുപോലെ നാട്ടുകൽ പോലീസ് ഇപ്പോൾ ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ പോലീസ് പരിശോധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലെ മനോവിഷമം കൊണ്ട് തന്നെയാണ് യുവതി ജീവൻ ഒടുക്കിയത് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് നീതി കിട്ടണം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണണം. കാരണം 2.5 വർഷം മാത്രം നീണ്ട ഒരു ദാമ്പത്യം മാത്രമേ ആ യുവതിക്കുണ്ടായിരുന്നുള്ളൂ. 1.5 വയസ്സുള്ള മകൻ കയ്യിലുണ്ട്. എന്നിട്ടും ആ യുവതി ജീവൻ ഒടുക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പല ആൾക്കാരും ഞാൻ കാണാറുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോൻ്റെ താഴെയൊക്കെ വന്ന് പറയാറ് അവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, അത് നമ്മുടെ ഇസ്ലാമിക നിയമപ്രകാരം തെറ്റാണ് എന്നൊക്കെ നമ്മൾക്ക് പറയാം. പക്ഷേ ചില സമയങ്ങളിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്, അവരുടെ എത്തിപ്പിക്കുകയാണ്. കാസർഗോഡ് നിന്ന് നമ്മളൊരു ഉസ്താദ് ആത്മഹത്യ ചെയ്ത വീഡിയോ നമ്മൾ ചെയ്തു. ആ ഉസ്താദിന് ഇൽമ പഠിക്കാഞ്ഞിട്ടോ വിവരമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്. കാരണം 10,000 രൂപ ശമ്പളത്തിന് അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ 2 തലയും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അദ്ദേഹത്തിന് പണി പോലും പോയപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. അത്തരപ്പെട്ട ചില ധർമ്മസങ്കടങ്ങളിൽ ചില സമയങ്ങളിൽ
ഇത്തരത്തിൽപ്പെട്ട അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നതാണ്. തീർച്ചയായിട്ടും അവരൊക്കെ പുറത്ത് കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ദുആ ചെയ്യാനുള്ളൂ. മഗ്ഫിറത്ത് കൊടുക്കട്ടെ, തീർച്ചയായിട്ടും ഖബർ പടച്ച തമ്പുരാൻ വിശാലമാക്കി കൊടുക്കട്ടെ, നമുക്കത് മാത്രമേ ദുആ ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഞാൻ പറഞ്ഞു, എത്ര കിട്ടിയാലും നമ്മുടെ സഹോദരിമാർ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക എന്ന് നിവൃത്തിയില്ല. കാരണം നെയ്യാർ ഡാമിൽ ആലിയ ഫാത്തിമ എന്ന് പറയുന്ന 17 വയസ്സുള്ള ഒരു +2കാരി തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. ആലിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു +2ന് പഠിക്കുന്ന കുട്ടി പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മയും ഉപ്പയും കടയിൽ പോയ സമയം നോക്കിയിട്ട് വീട്ടിൻ്റെ റൂമിൽ കയറി വാതിലടിച്ച് തൂങ്ങി മരിച്ചു. എന്താണ് കാരണം? തീർച്ചയായിട്ടും നിങ്ങൾ അതാണ് കേൾക്കേണ്ടത്. ആ സഹോദരിയെ അവരുടെ ഒരു കാമുകൻ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ സഹോദരി ഇഷ്ടത്തിലായിരുന്നു. ആ ഒരു ബന്ധം വീട്ടുകാർ അറിയുന്നു. വീട്ടുകാർ അതിൽ നിന്നും ഈ കുട്ടിയെ വിലക്കുകയാണ്. മകളെ, ഇത് ശരിയായ പോക്കല്ല എന്ന് പറയുന്നു. പക്ഷേ ദീനിയായ കുട്ടിയായിരുന്നു ആയിഷ ഫാത്തിമ. അതുകൊണ്ട് തന്നെ ഈ ആലിയ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി ആ ബന്ധത്തിൽ നിന്നും വിടവാങ്ങാൻ അല്ലെങ്കിൽ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ അതിന് കാമുകൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു രൂപം മുമ്പോട്ടെടുക്കുകയാണ്. ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു. ഭീഷണി സന്ദേശങ്ങളാണ് അയക്കുന്നത്. അതുപോലെ തന്നെ സഹോദരനെ മർദ്ദിക്കാൻ മുതിരുന്നു. ഇത്തരത്തിൽപ്പെട്ട വലിയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും ഈ കുടുംബം പോവുകയാണ്. ആ കുട്ടിയെ 2 ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭീഷണി സ്വരങ്ങളും സന്ദേശങ്ങളും എല്ലാം അയച്ചുകൊണ്ടും അതുപോലെ തന്നെ ഫോണിൽ കൂടി വിളിച്ചിട്ട് തെറികൾ പറഞ്ഞുകൊണ്ടുമെല്ലാം ആ മനുഷ്യൻ പിന്നെയും പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ സഹോദരിമാർ പലപ്പോഴായിട്ട് പറയാറുള്ളത്. നിങ്ങളൊരു പ്രാവശ്യം ഇത്തരത്തിൽപ്പെട്ട കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു നടക്കുക എന്ന് പറയുന്നത് ചില്ലറ ജോലിയല്ല. അങ്ങനെ നിങ്ങൾ നടന്നാലും ചിലപ്പോൾ ഇത്തരക്കാർ നിങ്ങളെ പുറകെ വന്നുകൊണ്ട് നിങ്ങളെ ശല്യം ചെയ്ത് തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സ്വൈര്യമായിട്ട് ഒരിക്കലും നിങ്ങളെ ജീവിക്കാൻ അവർ അനുവദിക്കില്ല. അതുതന്നെയാണ് ഈ ആലിയ ഫാത്തിമ എന്ന് പറയുന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ള +2ന് പഠിക്കുന്ന ഒരു പൊന്നുമോളെ ഇന്ന് നമുക്ക് നാടിന് നഷ്ടമായിരിക്കുകയാണ്. ആ സഹോദരിക്കും തീർച്ചയായിട്ടും ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ചെയ്ത തെറ്റ് പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും അതുപോലെ തന്നെ നാട്ടുകാരൻ പറയുന്ന ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. നെയ്യാർ ഡാം പന്തയിലാണ് +2 വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെക്കേ പന്തയിൽ ഷാജഹാൻ സബീന ദമ്പതികളുടെ മകൾ ആലിയ ഫാത്തിമയാണ് മരിച്ചത്. 17കാരിയായ ആലിയ +2 വിദ്യാർത്ഥിനിയായിരുന്നു. പരീക്ഷയ്ക്ക് വീട്ടിൽ പഠനത്തിലായിരുന്ന കുട്ടി വീട്ടുകാർ കടയിലേക്ക് പോയ സമയത്ത് ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് വിവരം. വീട്ടിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഏകദേശം 2 മാസം മുൻപ് നെയ്യാർ ഡാം പരിസരത്ത് കൊണ്ണിയൂർ സ്വദേശിയായ വിദ്യാർത്ഥി ആലിയയുടെ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും സഹോദരനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു. പോലീസിന് മുൻപിലും പ്രശ്നമെത്തിയിരുന്നു. ഏതാനും ദിവസങ്ങളായി ഇയാൾ കുട്ടിയെ ഫോണിൽ വിളിക്കുകയും ഇൻസ്റ്റാഗ്രാം വഴി ചില സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നതായും ബന്ധുക്കൾ ആരോപിച്ചു. ഇക്കാര്യം കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. നേരത്തെ ഇരുവരും സൗഹൃദത്തിലായിരുന്നെങ്കിലും വീട്ടുകാർ വിലക്കിയതോടെ പെൺകുട്ടി പിന്മാറിയിരുന്നെന്നാണ് സൂചന. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് മരണത്തിന് പിന്നിലെന്നാണ് ആരോപണം. സുഹൃത്തായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനിൽ നിന്നുണ്ടായിട്ടുള്ള തുടർച്ചയായ ശല്യമാണ് ഇതിന് കാരണമെന്നതാണ് വീട്ടുകാർ പറയുന്നത്. വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുകയും അതിനെ തുടർന്ന് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഇൻസ്റ്റാഗ്രാം വഴി കുട്ടിയെ ഏതോ തരത്തിൽ ശല്യപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അതിൽ നിന്നുണ്ടായ എന്തോ മാനസിക വിഷമം കൊണ്ടാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതെന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നത്. ഒക്കെയുള്ളൂ ഇന്നത്തെ കുട്ടികളുടെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് അവരുടെ പ്രസ്സിംഗ് ആയിട്ട് അവരോട് പറഞ്ഞ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊന്നും നേരിടാനുള്ള ഒരു മനക്കെട്ടി പണ്ടത്തെ ആൾക്കാരെ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം എല്ലാവരും യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കണ്ണ് തീർച്ചയായിട്ടും കുട്ടികളുടെ മുഖത്തുണ്ടായിരിക്കണം. അവർ പെട്ടുപോയതിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് അവരെ വിമർശിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. അങ്ങനെ കുറ്റം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ സഹോദരി നിങ്ങൾ കണ്ടു കാണും. തീർച്ചയായിട്ടും ഉമ്മയുടെ ഉപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സഹോദരി തയ്യാറാണ്. പക്ഷേ ആദ്യത്തെ കാമുകൻ വിട്ടുകൊടുത്തില്ല. അവൻ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു 17 വയസ്സുള്ള നമ്മുടെ ആയിഷ
അല്ലെങ്കിൽ ആലിയ ഫാത്തിമ എന്ന് പറയുന്ന ആ സഹോദരിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു കാര്യം സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എല്ലാം അറിയാം. കാരണം ഇതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഇതിന് മുന്നേ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ ഒരു സമയത്ത് പോലീസ് അതിൽ കൃത്യമായി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിന് തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. കാരണം ഇദ്ദേഹം ഇനിയും ഭീഷണിയുമായിട്ട് പുറകെ വരുമെന്നും തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ഘട്ടം വന്ന സമയത്താണ് ആ കുട്ടിയും ജീവനൊടുക്കിയത്. ദയവതയ്യതിൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, പഠിക്കുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ഓരോ കുഴിയിലേക്ക് പോയി വീഴാതിരിക്കുക. വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്ന് കരകയറാൻ പ്രയാസമായിരിക്കും. ഈ വീഡിയോകളൊക്കെ നിങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം നമ്മളെ പഠിക്കുന്ന മക്കളൊക്കെ ഈ വീഡിയോ കാണണം. ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലോകത്തൊക്കെ നടക്കുന്നുണ്ട്, അത് അവർ അറിയട്ടെ. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ അവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടച്ചിറപ്പ് അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.